നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏപ്രിൽ 9-ാം തീയതി നിങ്ങളുടെ പൗരാവകാശം വിരൽത്തുമ്പിലൂടെ വിനിയോഗിക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുവാൻ കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ. പോളിംഗ് ബൂത്തിലേക്ക് പോയി നിങ്ങളുടെ പൗരാവകാശം വിനിയോഗിക്കുമ്പോൾ ആ വോട്ട് ഇടതുപക്ഷത്തിനാകണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന ആ ഇരുണ്ട യുഗത്തിൽ നിന്നും വെള്ളി വെളിച്ചം വീശിയ കഴിഞ്ഞ 10 വർഷത്തിലേക്ക് ഈ കേരളത്തെ കൊണ്ടെത്തിച്ച ഇടതുപക്ഷവും ആ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുത്ത സഖാവ് പിണറായി വിജയനും വരും തിരഞ്ഞെടുപ്പിലും ജയിക്കണം, കേരളം ഭരിക്കണം. വികസനങ്ങളുടെ വെള്ളി വെളിച്ചം വീശിയ നിരവധി തെളിവുകൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. നമ്മളത് കാണാറുമുണ്ട്. പവർക്കട്ടില്ലാത്ത 10 വർഷങ്ങൾ, അഴിമതിയില്ലാത്ത 10 വർഷങ്ങൾ, വർഗീയ കലാപങ്ങളില്ലാതിരുന്ന 10 വർഷങ്ങൾ, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷങ്ങൾ, നിയമന നിരോധനമില്ലാതിരുന്ന 10 വർഷങ്ങൾ, പൊതുമേഖലാ വ്യവസായങ്ങൾ അടച്ചിടാതിരുന്ന 10 വർഷങ്ങൾ, ട്രഷറി അടച്ചുപൂട്ടാതിരുന്ന 10 വർഷങ്ങൾ, ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതിരുന്ന 10 വർഷങ്ങൾ, റേഷൻ മുടങ്ങാതിരുന്ന 10 വർഷങ്ങൾ, സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടാത്ത 10 വർഷങ്ങൾ, പാഠപുസ്തകങ്ങൾ മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരുന്ന 10 വർഷങ്ങൾ, റോഡുകൾ രാജപാതകളായി മാറിയ 10 വർഷങ്ങൾ, സർക്കാർ സ്കൂളുകൾക്ക് അന്തർദേശീയ നിലവാരമുള്ള കെട്ടിടങ്ങൾ ലഭിച്ച 10 വർഷങ്ങൾ, ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്ത UDF സർക്കാർ ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ച 10 വർഷം, കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും പൂർത്തിയാക്കി വിമാന സർവീസും കപ്പൽ സർവീസും തടസ്സമില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 10 വർഷങ്ങൾ, ലോകത്തിന് തന്നെ മാതൃകയായ വാട്ടർ മെട്രോ പദ്ധതി പൂർത്തിയാക്കി തടസ്സമില്ലാതെ സർവീസ് നടത്തുന്ന കഴിഞ്ഞ 10 വർഷങ്ങൾ, കേരളം സൗഹൃദ നിക്ഷേപമായി മാറിയ കഴിഞ്ഞ 10 വർഷങ്ങൾ, ഓക്കിയിലും നിപ്പയിലും കൊറോണയിലും പ്രളയത്തിലും തളരാത്ത 10 വർഷങ്ങൾ, ലക്ഷക്കണക്കിന് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയ കഴിഞ്ഞ 10 വർഷങ്ങൾ, ജാതിമത സംഘടനകൾ ഭരണത്തിൽ ഇടപെടാതിരുന്ന 10 വർഷങ്ങൾ, കേന്ദ്ര സർക്കാർ മുച്ചൂടും തകർക്കാൻ ശ്രമിച്ചപ്പോഴും അതിനൊന്നും തളരാതെ മുന്നോട്ട് കുതിച്ച 10 വർഷങ്ങൾ, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ കേരളത്തിന് തരേണ്ട വിഹിതം തരാതിരുന്നപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അതിലെല്ലാം വിജയം കണ്ട കഴിഞ്ഞ 10 വർഷങ്ങൾ, സർക്കാരിന്റെ വരുമാനം കൂടിയ 10 വർഷങ്ങൾ. ഇങ്ങനെയൊരു ഭരണകാലം കേരള ചരിത്രത്തിൽ ഇതാദ്യം. ആ ഭരണത്തിന് നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷ സർക്കാർ. ആ ഇടതുപക്ഷത്തെ നയിച്ചത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൗരാവകാശം നമ്മൾ വിനിയോഗിക്കേണ്ടത് നമുക്കും നമ്മുടെ നാടിനും ഉപയോഗമുള്ള MLA-മാർക്ക് വേണ്ടിയാണ്, സർക്കാരിന് വേണ്ടിയാണ്. മറക്കണ്ട, നിങ്ങളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരുമായിക്കൊള്ളട്ടെ, ചിഹ്നം ഏതുമായിക്കൊള്ളട്ടെ, പക്ഷേ നിങ്ങളുടെ വോട്ട് അത് ഇടതുപക്ഷത്തിന് തന്നെയാകട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു.